Yes. So a very well good morning. Yes. Okay. Screen visible ആണല്ലോ. Screen visible ആണ്. Right. Yes. So ഇത് നമ്മുടെ ഒരു മെസ്സേജ് ഇരട്ടെ. Live starts now. Yes. Okay. So നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് ആണ് ഇന്റഗ്രേറ്റഡ് യൂണിഫോം ബാച്ചിന്റെ ഫസ്റ്റ് മെന്റർഷിപ്പ് സെക്ഷൻ ആണ്. സോ ഐ നോ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ, പഠിത്തം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ലൈവില് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വലിയൊരു ജേർണിയിലേക്കാണ്, ഒരു ലോങ് പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്, എൻ്റർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കരുത് 1 മാസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നോ, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നോ, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, ഇത് കുറച്ചു കാലം, 1 വർഷം, എക്സാക്ട്ലി പറഞ്ഞാൽ 1.5 വർഷം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജേർണിയാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ തുടങ്ങി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന വരെയുള്ള കാലയളവ്. സോ പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി, ഇത് രണ്ടും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, പേഷ്യൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ, ഇത് രണ്ടും തന്നെയാണ് PSC നിങ്ങളെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റുഡന്റിന് പേഷ്യൻസ് ഉണ്ടോ? നിങ്ങൾ നാളെ SI ആയി, എക്സൈസ് ഇൻസ്പെക്ടറായി, ജയിലറായി ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമോ? അല്ലെ, നിങ്ങളുടെ പേഷ്യൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാണ്, മെഷർ ചെയ്യാണ്, നിങ്ങളുടെ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്യേണ്ടി വരും. പോലീസിലാണെങ്കിൽ, SI ആണെങ്കിൽ, അല്ലെ, 24 hours നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു എക്സാമിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ പേഷ്യൻസ് ചെക്ക് ചെയ്യാണ്. ആദ്യമേ അത് അറിഞ്ഞിരിക്കുക. വി ആർ എൻറ്ററിങ് ഇൻ ടു എ ലോങ് പ്രോസസ്. ഞാൻ പറഞ്ഞു 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഉടനടി നമുക്കൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിനെ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഞാൻ ഒരു വലിയൊരു ജേർണിയിലേക്ക് എൻ്റർ ചെയ്യാണ്. കുറച്ച് റിസൾട്ടിന് കുറച്ച് സമയം എടുക്കും, പക്ഷെ പേഷ്യൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് ഉണ്ടാവും. അത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പം തന്നെ പറഞ്ഞ് റെഡിയാക്കുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, നോ സഡൻ റിസൾട്ട്, വിൽ ടേക്ക് ടൈം. ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ മിക്കവരും നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിരുന്നാലും ഇതൊന്നും അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യമായി നമുക്കൊരു പ്രിലിമിനറി എക്സാമിനുണ്ട്, പ്രിലിമിനറി എക്സാമിനേഷൻ. എല്ലാ പ്രിലിമിനറി എക്സാമിനേഷനും, എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ എക്സാമും ഒറ്റ പ്രിലിംസ് ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ, ഒറ്റ എക്സാം, ഒറ്റ പ്രിലിംസ് എന്നല്ല, മിക്കവാറും 3 ഫേസ് ആയിട്ടായിരിക്കും നടക്കുക. കഴിഞ്ഞ തവണ 2 ഫേസ് ആയിട്ടാണ് നടന്നത്. അത് കേസ് ഉള്ളത് കൊണ്ടായിരുന്നു 2 ഫേസ് ആക്കിയത്. മോസ്റ്റ് പ്രോബബിളി ഈ തവണ 3 ഫേസ് ആയിരിക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പൊ ഈ ഒരു പ്രിലിമിനറി എക്സാം ആണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, കാറ്റ്, എക്സെട്ര എക്സെട്ര എക്സെട്ര, എല്ലാത്തിനും ഒറ്റ എക്സാം ആണ് പ്രിലിമിനറി. അപ്പൊ അടുത്ത വർഷത്തെ പ്രിലിമിനറി ഏപ്രിൽ മെയ് 2026 മോസ്റ്റ് പ്രോബബിളി നടക്കും. ഓക്കെ, ഫസ്റ്റ് ഘട്ടമാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ. അതിനുശേഷം നമുക്കൊരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. മെയിൻസ് എക്സാമിനേഷൻ എല്ലാ എക്സാമിന്റെയും ഡിഫറെന്റ് ആണ്. സബ് ഇൻസ്പെക്ടറിന് ഒരു എക്സാം ഉണ്ടാവും, എക്സൈസിന് വേറെ എക്സാം ഉണ്ടാവും, ജയിലറിന് വേറെ എക്സാം ഉണ്ടാവും. അപ്പൊ ഡിഫറെന്റ് എക്സാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് മെയിൻസ് എക്സാമിലാണ്. വേറൊരു ടോപ്പിക് ഉണ്ട്, അതായത് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടാം. അതായത് എല്ലാത്തിന്റെയും പുറകെ നിങ്ങൾ ഓടാതിരിക്കുക. ഒന്നുകിൽ നിങ്ങൾ യൂണിഫോം പ്രിപ്പറേഷൻ ചെയ്യുക, യൂണിഫോം എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡുകൾ, റെഗുലർ ഡിഗ്രി പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്യുക. രണ്ടിന്റെയും പുറകെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം, ഈ ഒരു ടോപ്പിക് വലിയൊരു ടോപ്പിക്കാണ്.
ഓക്കെ, എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചൊരു ടോപ്പിക്കാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇന്നോ നാളെയോ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒരു കാര്യം ഒന്നേ പറയാനുള്ളൂ, ഒന്നിക്കലും യൂണിഫോം ബാച്ചിന്റെ പുറകെ ഓടുക. യൂണിഫോം ബാച്ചിന്റെ പുറകെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 എക്സാം ഉണ്ട്: SI, എക്സൈസ്, ജയിലർ. ഇത് മൂന്നിന്റെയും മെയിൻസ് എക്സാമിനേഷൻ ഡിഫറെന്റ് ആണ്, സ്പെഷ്യൽ ടോപ്പിക് ഡിഫറെന്റ് ആണ് അല്ല. അപ്പൊ ഇതിന്റെ പുറകെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡിനും എല്ലാത്തിന്റെയും മെയിൻസ് എക്സാമിനേഷന്റെ സിലബസ് വേറെ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അതിനുശേഷം നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ജാനുവരി ഫെബ്രുവരി 2027 നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക. ഈ തവണത്തെ ജാനുവരി ഫെബ്രുവരി നടക്കും 2026 ബാച്ചിന്റെ. അതിനുശേഷം നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2027 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ തവണ നമ്മുടെ മുമ്പിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, ജയിലർ ഉണ്ട്, എക്സൈസ് ഉണ്ട്. ഓക്കെ, ഇത് മൂന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അഡ്വൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണയൊക്കെ നമുക്ക് ഒറ്റ സബ് ഇൻസ്പെക്ടർ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 3 എക്സാം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയാ വേക്കൻസീസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഞാനൊരു അപ്രോക്സിമേറ്റ് വേക്കൻസി നിങ്ങൾക്ക് പറഞ്ഞു തരാം. സബ് ഇൻസ്പെക്ടറിന് ഒരു 150ഓളം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ജയിലറിന് നമുക്ക് ഒരു 40ൽ താഴെ പ്രതീക്ഷിക്കാം. എക്സൈസ് ഇൻസ്പെക്ടർ കഴിഞ്ഞ ലിസ്റ്റൊക്കെ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ് വന്ന ലിസ്റ്റൊക്കെ 100+ അഡ്വൈസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു റഫ് വേക്കൻസി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് വെച്ച് ഇത് തന്നെ അടുത്ത തവണ ഉണ്ടാവണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു പ്രോസസ്: പ്രിലിംസ്, മെയിൻസ്, ഫിസിക്കൽ, ഇന്റർവ്യൂ ആൻഡ് റാങ്ക് ലിസ്റ്റ്. സോ ദിസ് ഈസ് വൈ ഐ സെഡ് ഇതൊരു വലിയൊരു ലോങ് പ്രോസസ് ആണ്. ഓക്കെ, സോ പേഷ്യൻസ്, കൺസിസ്റ്റൻസി, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അല്ലെ, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ഐ തിങ്ക് എക്സാം പ്രോസസ്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓൾറെഡി ഇതിലുള്ളവർക്ക് അറിയായിരിക്കും, പുതുതായി വന്നവർക്ക്, അതായത് ആദ്യമായി യെസ് ഒബ്വിയസ്ലി ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഡിഗ്രി ലെവൽ യെസ് റൈറ്റ്. സബ് ഇൻസ്പെക്ടർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 തസ്തികയാണ് ജയിലറും എക്സൈസ് ഇൻസ്പെക്ടറും കേട്ടോ. സോ പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി. സോ ഇനി നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, സോ പ്രിലിംസ് എന്നുള്ള എക്സാം ഒറ്റ എക്സാം ആയിരിക്കും. മെയിൻസിന് മാത്രമേ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എക്സാംസ് ഉണ്ടാവുള്ളൂ. റൈറ്റ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ട്, സാർ ഞാൻ യൂണിഫോം ബാച്ചിലും പ്രിപ്പയർ ചെയ്യട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എല്ലാത്തിലും ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ, പ്രശ്നമുണ്ടോ എന്ന് കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈമിന്റെ ഒക്കെ പ്രശ്നം വരും. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിൽ ഓപ്പൺ ആയിട്ട് ചെയ്യാം. റൈറ്റ്. സോ നമ്മുടെ ബാച്ചിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വീക്കിലി ടൈം ടേബിൾ ഉണ്ടാവും. സോ ഞാനൊരു മോഡൽ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നമ്മുടെ 3 ചാനലുണ്ട്. മെയിൻ ചാനല് അഡ്മിഷൻ എടുത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ചാനല് നമ്മുടെ ഈ പറഞ്ഞ ടൈം ടേബിൾ, ക്ലാസ്, ലൈവ് എല്ലാം നടക്കുന്നത് മെയിൻ ചാനലിലാണ്. പിന്നീട് നമുക്കൊരു ഫോൾഡർ ഗ്രൂപ്പ് ഉണ്ട്. ക്ലാസിന്റെ റെക്കോർഡിങ്സ് ഒക്കെ നമ്മളിങ്ങനെ ഫോൾഡറായി നിങ്ങൾക്ക് അത് തരും. ഓക്കെ, തന്നു കഴിഞ്ഞു, അഡ്മിഷൻ എടുത്തവർക്ക് അറിയാം. അതിനുശേഷം മറ്റൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് കൂടിയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലൈവായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും എനിക്കിത് കാണാനും ഒക്കെയുള്ള ഡിസ്കഷൻ ഗ്രൂപ്പ്. സോ ഈ 3 ഗ്രൂപ്പാണ്. സോ ഈ മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ വീക്കിലി ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യും. ടൈം ടേബിൾ കണ്ടല്ലോ. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യും. നമുക്ക് 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവും. ഒരു ദിവസം നമുക്ക് 3 ക്ലാസ്സുകൾ ഉണ്ടാവും. രാവിലെ, ഉച്ചക്ക്, ഈവനിങ്, അതായത് രാത്രി. രാവിലെ 10:30 മുതൽ 11:30 വരെ 1 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. 1 മണിക്കൂർ, 1.5 മണിക്കൂർ മാക്സിമം. ഇപ്പൊ PYQ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, MCQ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ വരെ പോകാം. മോസ്റ്റ് പ്രോബബിളി 1 മണിക്കൂറായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേഗം കണ്ടു തീർക്കാൻ പറ്റും. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ 3-4 മണിക്കൂറും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പതുക്കെ നമ്മൾ ഇപ്പം തന്നെ വെച്ച് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയാണ് സെക്കൻഡ് ഷെഡ്യൂൾ. മൂന്നാമത്തത് 8:30 മുതൽ 9:30 വരെ രാത്രി. സോ ഇത് നമ്മൾ ടൈം ടേബിളിൽ പറയും എപ്പോഴാണ് ക്ലാസ് ഉണ്ടാവുക എന്നൊക്കെയുള്ളത്. സോ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ
വിത്തിൻ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ കംപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൾഡർ ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 400-500 MB ഒക്കെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും അത് 50-ഉം 60-ഉം ക്വാളിറ്റി നഷ്ടപ്പെടാതെ കംപ്രസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുക. സോ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റും. 60 MB 70 MB ഒന്നും വലിയ കുഴപ്പമില്ല. സോ ടൈം ടേബിൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും സൺഡേ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക ടൈം ടേബിള്. ഓക്കെ, ക്ലാസ് ലൈവ് ആയിരിക്കും. ലൈവ് ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡിങ്സും ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ചില ക്ലാസ്സസ് നമുക്ക് റെക്കോർഡിങ്സ് ആയിരിക്കും. ഏത് പ്രിലിംസിന്റെ ടോപ്പിക് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ എസ്സേയുടെ എടുത്തു കഴിഞ്ഞാൽ എസ്സേയുടെ മെയിൻസും പ്രിലിംസിലും ഒരേപോലെയുള്ള ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിൽ പ്രിലിംസിൽ ഓൾറെഡി ഉള്ള ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ അതിന്റെ റെക്കോർഡിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ബിക്കോസ് ഓൾറെഡി ഒരു പ്രിലിംസ് ബാച്ച് റണ്ണിങ് ആണ്, പുതിയ പ്രിലിംസ് ബാച്ച്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, അതിന്റെ ഒരു പ്രിലിംസ് ബാച്ച് റണ്ണിങ് ആണ്. സോ അതിന്റെ റെക്കോർഡിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ബാക്കി സ്പെഷ്യൽ ടോപ്പിക്, മെയിൻസ്, പ്രിലിംസിൽ ഇല്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ എല്ലാം ലൈവ് ക്ലാസ് ആണ്. ഈ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പഴയ റെക്കോർഡിങ്സ് അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച, ഒരാഴ്ച 2 ആഴ്ച മുമ്പുള്ള റെക്കോർഡിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് ബാച്ചിലുള്ളത്. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കണ്ട പഴയ 5 കൊല്ലം മുമ്പുള്ള റെക്കോർഡിങ്സ്, അങ്ങനെയല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവല്ലോ റെക്കോർഡിങ്സ് നമ്മൾ തരുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ. സോ അതിനുശേഷം എന്ത് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക്, മെയിൻ ടോപ്പിക്, അതായത് പ്രിലിംസിൽ ഇല്ലാത്ത ടോപ്പിക്കുകളുടെ എല്ലാം ലൈവ് ആയിരിക്കും. ഈ ലൈവിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ലൈവ് ക്ലാസ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. സോ നമ്മുടെ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തുടക്കത്തില് 2 റെക്കോർഡിങ്സും 1 ലൈവും. ഓക്കെ, തുടക്കത്തില് പതുക്കെ നമ്മൾ തുടങ്ങുള്ളൂ. ഒറ്റയടിക്കൊന്നും എല്ലാ ലൈവും തന്നെ നിങ്ങളെ ബർഡൻ ചെയ്യിക്കില്ല. പതുക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എങ്ങനെ നമുക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു മെന്റർഷിപ്പ് തരണം. അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ തുടങ്ങൂ. കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജി ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. എങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ നമ്മൾ ഇതിനെ മീറ്റ് ചെയ്യണം, സിലബസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ പോയിന്റും എടുത്ത് വെച്ചായിരിക്കും നമ്മൾ പറയാം. സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാവരും എന്ത് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് BNS വെച്ചങ്ങ് തുടങ്ങും അല്ലെ? അങ്ങനെയല്ല, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ മെന്റർഷിപ്പിൽ ഞാൻ പറഞ്ഞുതരാം. സോ പിന്നീട് നമുക്ക് ഒരു ഡെയിലി ട്രാക്കർ എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഡെയിലി ട്രാക്കർ നമ്മൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഈ ബാച്ചിൽ നമ്മളത് കറന്റ് ഫോളോ ചെയ്യും. അതായത് ഈ ഡെയിലി ട്രാക്കർ നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ മൺഡേ, ഒരു ദിവസം മുമ്പേ സൺഡേ രാത്രി നിങ്ങൾ എന്ത് ചെയ്യും, മൺഡേ ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ബോധം നിങ്ങൾക്ക് സൺഡേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ, കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെയിലി ട്രാക്കർ. ഫോർ എക്സാമ്പിൾ ഡെയിലി ട്രാക്കർ ഈ PDF ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഈ ഡെയിലി ട്രാക്കറിന്റെ PDF ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു പേജ് നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഡെയിലി ട്രാക്കർ ഒന്ന് സെറ്റ് ആക്കാം. നിങ്ങൾ എന്ത് പഠിച്ചു, എത്ര റിവിഷൻ ചെയ്യുന്നു, എങ്ങനെയാണ് ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഡെയിലി ട്രാക്കർ വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. റൈറ്റ്. സോ സൺഡേ നൈറ്റ് നിങ്ങൾ തീരുമാനിക്കുകയാണ്, എനിക്ക് സൈക്കോളജി ക്ലാസ് 1 പഠിക്കണം. രണ്ടാമത് പോളിറ്റി ഒരു ക്ലാസ് പഠിക്കണം. മൂന്നാമത് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ മലയാളം ഒരു ക്ലാസ് പഠിക്കണം. നാലാമത് നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ഇങ്ങനെ എഴുതും. ഓക്കെ, ടാർഗറ്റ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 3 ടാർഗറ്റോ 4 ടാർഗറ്റോ. തുടക്കത്തിൽ നമുക്ക് 3 ടാർഗറ്റ് മതി. അതാ ഞാൻ പറഞ്ഞത്, പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഒരുപാട് പേര് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, പ്രിപ്പറേഷൻ ബ്രേക്ക് ചെയ്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പതുക്കെ തുടക്കത്തിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒറ്റയടിക്കൊന്നും 10-8 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അത് ബോറടിക്കും, പ്രിപ്പറേഷൻ ബ്രേക്ക് ആവും, അത് പ്രശ്നമാണ്. ടാർഗറ്റ് ഒക്കെ നിങ്ങൾ ഇടുന്ന സമയത്ത് അത് അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റുകൾ ഇടണം. പ്രത്യേകിച്ച് ആദ്യത്തെ 2 ആഴ്ച, 2 വീക്സ്. ഇല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ഇടുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ബാക്ക്ലോഗുകൾ വരും. എന്തായാലും ബാക്ക്ലോഗ് വന്നല്ലോ, ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ച് കംപ്ലീറ്റ്ലി പുറകിലോട്ടേക്ക് പോകും. അങ്ങനെ വരാൻ പാടില്ല.
അപ്പൊ എപ്പോഴും അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങളിപ്പോ സൺഡേ മോർണിംഗ് ഇല്ല മൺഡേ മോർണിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡെയിലി ട്രാക്കർ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഫോൾഡർ ഗ്രൂപ്പിൽ ഡെയിലി ട്രാക്കർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്യും. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ രാവിലെ എന്ത് ചെയ്യണം, 7 മണിക്ക് 8 മണിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എണീക്കുന്നത് അപ്പൊ നിങ്ങളുടെ ടാർഗറ്റുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ആ ദിവസം രാത്രി ഒരു 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ സമയത്ത് വീണ്ടും നിങ്ങൾ ഈ ടാർഗറ്റ് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രാത്രി നിങ്ങൾ പഠിച്ചു, യെസ് സൈക്കോളജിയുടെ ഒരു ക്ലാസ് പഠിച്ചു, പോളിറ്റിയുടെ ഒരു ക്ലാസ് പഠിച്ചു, മലയാളം ഇംഗ്ലീഷ് മാത്സ് പഠിക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. ഓക്കെ, സോ 2 ടാർഗറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ 3 ടാർഗറ്റുകൾ 100/3, ഓരോ ടാർഗറ്റിനും കറക്റ്റ് ആയിട്ട് 33%, 33%, 33% കൊടുക്കുക. സോ ഇന്ന് നിങ്ങൾ കവർ ചെയ്തു അല്ലെ, 66%. 2 ടാർഗറ്റുകൾ മാത്രമേ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ, ഒന്ന് മിസ്സായി അല്ലെ, 66%. സോ നിങ്ങളുടെ ചാൻസസ് ഓഫ് മീ ക്ലിയറിംഗ് പ്രോബ്ലംസ് 66%. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 70ക്കും 60ക്കും ഒക്കെ താഴെ വരികയാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല ആണ് അതിന്റെ അർത്ഥം. 100% കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 80% അപ് ടു 80% കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനാണ് ഡെയിലി ടാർഗറ്റ്. അപ്പൊ രാത്രി എന്ത് ചെയ്യുക, നിങ്ങൾ ഏതൊക്കെ ടാർഗറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലേ, 0% ആണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ട്രാക്കർ ഗ്രൂപ്പിൽ ഫോൾഡർ ഗ്രൂപ്പിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഉദ്യോഗാർത്ഥികള് അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവും, എന്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഇത് പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിക്കുന്നില്ലല്ലോ, എന്റെ ടാർഗറ്റ് ഒന്നും ശരിയാവുന്നില്ലല്ലോ, തെറ്റാണല്ലോ എന്നുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഡെയിലി അഫർമേഷൻ എന്നുള്ള താഴെയിൽ 3 ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ ചുമ്മാ അങ്ങനെ എഴുതിയാൽ മതി, ഐ വിൽ ക്ലിയർ SI എക്സാം 2026. ഐ വിൽ മേക്ക്, രാവിലെ ഒന്ന് എഴുതാം, ഉച്ചക്കൊന്ന് എഴുതാം, രാത്രി ഒന്ന് എഴുതാം. സോ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനോട് തന്നെ സൈക്കോളജിക്കലി നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ഇങ്ങനെ ദിവസം 3 തവണ ഇങ്ങനെ പറയാണ്, ഐ വിൽ ക്ലിയർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാം, ഐ വിൽ മേക്ക് ഇൻ ടു റാങ്ക് ലിസ്റ്റ്, ഐ വിൽ മേക്ക് ഇൻ ടു ടോപ്പ് 50 എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്വയം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. സോ ഇതാണ് ഒരു ഡെയിലി ട്രാക്കർ. മനസ്സിലായോ? സോ 2 പ്രാവശ്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, ഒന്ന് രാവിലെ, മറ്റൊന്ന് രാത്രി. രാവിലെ നിങ്ങളുടെ ടാർഗറ്റുകൾ, നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, രാത്രി നിങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡെയിലി ട്രാക്കർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ PDF ഞാൻ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ്സ് ക്ലിയർ. ക്ലാസിന്റെ കാര്യം പറഞ്ഞു, ടൈമിംഗ് പറഞ്ഞു, ലൈവ് റെക്കോർഡിങ്സ്, ഡെയിലി ട്രാക്കറിന്റെ കാര്യം പറഞ്ഞു. സോ വൺ തിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ 2000 രൂപയുടെ കോച്ചിങ്ങിന് ചേർന്നാലും 20,000 രൂപയുടെ കോച്ചിങ്ങിന് ചേർന്നാലും നിങ്ങൾ സെൽഫ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ യു വിൽ നോട്ട് ക്രാക്ക് ദിസ് എക്സാം. സെൽഫ് പ്രിപ്പറേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ ഞാനിപ്പോ തരാം. സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന്റെ ക്ലാസ് മാത്രമായി കാണുന്നുള്ളൂ, കോച്ചിങ്ങിന്റെ ക്ലാസ്സുകൾ മാത്രം കാണുന്നു, റിവിഷൻ ഒന്നും ചെയ്യുന്നില്ല, PDF റീഡ് ചെയ്യുന്നില്ല, ക്ലാസ്സുകൾ മാത്രം കണ്ട് PDF ഒന്നും തൊട്ട് നോക്കുന്നില്ല, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സെൽഫ് പ്രിപ്പറേഷൻ, നിങ്ങൾ സിവിൽ സർവീസസിനാണോ, SIക്കാണോ, LDക്കാണോ, 12th എന്താണെങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ വേണം. ഇതിനാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും എന്ത് ചെയ്യുന്നില്ല അല്ലെ, 2-3 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ട് 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 2-3 മണിക്കൂറിന്റെ ക്ലാസ് നിങ്ങൾക്ക് തന്നാൽ സെൽഫ് പ്രിപ്പറേഷന് നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ? ഇല്ല. സോ ഈ സെൽഫ് പ്രിപ്പറേഷന്റെ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ 1 മണിക്കൂർ ആക്കിയത്. ഒരു ക്ലാസ് 1 മണിക്കൂർ. യു മസ്റ്റ് ഫൈൻഡ് ടൈം ടു റിവൈസ്, സ്റ്റഡി യുവർ സെൽഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി കോച്ചിങ്. ഇപ്പോ കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ മെന്റർഷിപ്പ്. നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ, സബ് ഇൻസ്പെക്ടറുടെ ബാച്ചിൽ അല്ലെങ്കിൽ യൂണിഫോം ബാച്ചിൽ നമ്മൾ ആദ്യത്തെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബാച്ചിൽ ആകെ 10 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഓക്കെ, അഡ്മിഷൻ എടുത്തത്. ഇത് നമ്മുടെ അവസാനത്തെ ക്ലാസ് ആകുമ്പോഴേക്ക് 250 സ്റ്റുഡൻസ് ആയി മാറി. സോ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ ഒരു 20 പ്ലസിലാണുള്ളത്. ബട്ട് ഇവൻച്വലി അത് വരും. ക്ലാസ്സുകളുടെ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളൊക്കെ പോയി പറഞ്ഞ്, അല്ലെങ്കിൽ നല്ല ക്ലാസ് ആണെങ്കിൽ നല്ല PDF ആണെങ്കിൽ സ്റ്റുഡൻസ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, 250 അഡ്മിഷൻസ് ഉണ്ടായി. ഇതില് 250 അഡ്മിഷൻസിൽ ഞാൻ അപ്പോഴും തന്നെ പറയാറുണ്ട്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നവർ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. ഇതും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർ. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ 20 പേരുണ്ട്. 20 പേരും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യില്ല. ഈ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇതില് ഒരു 7-8 പേര് മാത്രമേ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുള്ളൂ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നവരുണ്ടാവുള്ളൂ. ആ ഗ്രൂപ്പിൽ നിങ്ങൾ പെടണം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ് ഉണ്ടാവും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ക്ലാസ്സുകൾ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ രാവിലെ 10:30 മുതൽ 11 വരെ ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രേക്ക് എടുക്കുക. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ക്ലാസ് അപ്പോൾ തന്നെ റിവിഷൻ ചെയ്യുക. അപ്പൊ തന്നെ, ആ ദിവസം തന്നെ റിവിഷൻ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ദിസ് അഗൈൻ. നിങ്ങൾക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, ഉച്ചക്കും ക്ലാസ് ഉണ്ട്. സോ 2 മണിക്കൂറാണല്ലോ നിങ്ങളുടെ ക്ലാസ്. ആ ദിവസം തന്നെ നിങ്ങൾ റിവിഷനും ചെയ്തിരിക്കണം. എങ്ങനെ? PDF പ്രൊവൈഡ് ചെയ്യും. ആ PDF നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും PDF റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് റീകോൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് റിവിഷൻ യു ഹാവ് ടു സ്പെൻഡ് 1 hour ബിഫോർ ബെഡ്. ഇതാണ് റിവിഷൻ. ആ ദിവസം തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യും. പിന്നീട് റിവിഷൻ സ്ട്രാറ്റജി മെത്തേഡ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഒരു മെന്റർഷിപ്പ് സെക്ഷനിൽ പറഞ്ഞു തരും. എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ. യു നോ ഇറ്റ്. റിവിഷൻ എങ്ങനെ ചെയ്യാം? റിവിഷൻ ഈസ് ദി കീ. എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു ടോപ്പിക്ക് 10 തവണ റിവിഷൻ ചെയ്തിരിക്കണം. BNS ആണെങ്കിലും BNSS ആണെങ്കിലും, ഇനിയിപ്പോ ജയിലറിന്റെ അല്ലെങ്കിൽ എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും. റൈറ്റ്. സോ ക്ലാസ് നോട്ട് ഓൾറെഡി പറഞ്ഞു. സെപ്പറേറ്റ് നോട്ട്സ് വേണോ? ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് നോട്ട് അജിത്ത്, നമ്മുടെ ക്ലാസ് നോട്ട് ഉണ്ടാവും. നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അത് ഡീറ്റെയിൽഡ് നോട്ട് ആയിരിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് കളർഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രിന്റബിൾ ഫോർമാറ്റ് ആണ്. ഈ നോട്ട്സ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടും, രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പല ഇൻസ്റ്റിറ്റ്യൂട്ടും എന്ത് ചെയ്യും? ക്ലാസ് നോട്ട് വേറെ എടുക്കും, നിങ്ങൾക്ക് തരുന്ന നോട്ട് വേറെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും, അയ്യോ ഇതെന്ത് പഠിക്കണം, ക്ലാസ്സിൽ വേറെ നോട്ടാണല്ലോ. അത് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട് തന്നെയാണ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക, വിച്ച് ഇസ് പ്രിന്റബിൾ ഫോർമാറ്റ്. ചില നോട്ട്സിന് മലയാളം ഉണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക്കിനൊന്നും മലയാളം ഉണ്ടാവില്ല. എക്സ്പെഷ്യലി സൈക്കോളജിക്കൊന്നും മലയാളം വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ കേട്ടോ. സൈക്കോളജിയുടെ ഒക്കെ നോട്ടൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നോട്ട് പകുതിയായി തരും. ഓക്കെ, സൈക്കോളജി ഒക്കെ ഞാനായിരുന്നു പഠിപ്പിച്ചത്. ഓക്കെ, ഇതിലുണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസ് 10ൽ 9 ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചായിരുന്നു വന്നത്. ഓക്കെ, ചുമ്മാ പറയല്ല. നിങ്ങൾ ലാഫോഴ്സയുടെ ഗ്രൂപ്പിൽ പോയി നോക്കുക, ഫയൽസിൽ പോയി നോക്കി കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടറുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും, മെയിൻസ് എക്സാമിനേഷൻ. അതിൽ നോക്കിയാൽ മതി, വിത്ത് പ്രൂഫ്. അതിന്റെ PDF-ന്റെ പ്രൂഫ് കൂടി, സ്ക്രീൻഷോട്ട് കൂടിയാണ് അവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നോക്കിയാൽ മതി, ചുമ്മാ പറയല്ല. സോ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്, സ്പെഷ്യൽ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ. റൈറ്റ്. സെപ്പറേറ്റ് നോട്ട്സ് പറഞ്ഞല്ലോ, PDF മതി. ഞങ്ങൾ തരുന്ന നോട്ട് തന്നെ ഇന്നഫ്. ഇനി വേറെ നോട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. സൈക്കോളജി ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെമോ ഞാൻ ഇട്ടുതരാം. അതൊക്കെ ഇഗ്നു കവേർഡ് ആണ്. നമ്മുടെ ഓൾറെഡി ഗൂഗിളിൽ വെരി വെൽ മൈൻഡ് എന്നുള്ളൊരു ഒരു സൈറ്റ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. വെരി വെൽ മൈൻഡ് സൈക്കോളജി, അത് കവേർഡ് ആണ്. വെരി ഇമ്പോർട്ടന്റ്, കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികളുടെ സൈക്കോളജി നോട്ട്സ് കവേർഡ് ആണ്. ഓക്കെ, ഗൂഗിൾ ഓൺലൈൻ സൈറ്റ്, ChatGPT, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സൈക്കോളജിയുടെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് തന്നെ മതി, ഇത് തന്നെ ധാരാളമാണ്. ഇഗ്നുയുടെ സൈക്കോളജി നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, കാണുമ്പോൾ തന്നെ തലയിട്ടു. ഓക്കെ, അപ്പൊ അത് പഠിക്കേണ്ട ഫോർമാറ്റിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ,
കാണുമ്പോൾ തന്നെ വായിക്കേണ്ട രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സൈക്കോളജിയിൽ പോലും കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് പഠിക്കണം, ഇത് പഠിക്കണ്ട, ഇത് പഠിക്കണം, ഇത് പഠിക്കണ്ട എന്നൊക്കെ ഉള്ളത്. റൈറ്റ്. എല്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഒരു മെന്റർഷിപ്പ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പറയാം. സോ പ്രിന്റബിൾ ഫോർമാറ്റിലായിട്ട് നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അത് ടാബ് ഉണ്ടോ അല്ലെങ്കിൽ ടാബിൽ പഠിക്കാനാണ് താല്പര്യം, ഡിജിറ്റൽ നോട്ട് ആക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ചിലവർക്ക് എന്താണ് പ്രിന്റ് ഒക്കെ എടുക്കാൻ കുറച്ചുകൂടി കൺവീനിയൻസ് ആയിരിക്കും. വീട്ടിന്റെ അടുത്ത് തന്നെ പ്രിന്റ് ₹1 അല്ല ഒരു പ്രിന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനെ എടുക്കുക. റെക്കോർഡിങ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ക്ലാസ്സിന് 1 മണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യും, കംപ്രസ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. ഇതാണ് ക്ലാസ് നോട്ടും റെക്കോർഡിങ്സും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് കവർ ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് സിലബസ്. ഇന്ന് തന്നെ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യണം. ജസ്റ്റ് അടിച്ചാൽ മതി, ഗൂഗിളിൽ കയറിയിട്ട് അടിച്ചാൽ മതി, കേരള PSC ഡിഗ്രി ലെവൽസ് പ്രിലിംസ് സിലബസ്. സോ യു ക്യാൻ സി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങളുടെ കയ്യിലെത്തും. ഞാനത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം, എന്നാലും നിങ്ങൾ തന്നെ പോയി സെർച്ച് ചെയ്തെടുക്കണം. സോ പ്രിലിംസ് സിലബസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി ഹിയർ. ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ വേൾഡ് ഹിസ്റ്ററി, geography, basis of geography, Indian geography, Kerala geography, economics, civics, Indian constitution, art, literature, culture and sports, plus current affairs. കേട്ടോ, അതിവിടെ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോക്കുമ്പോൾ പ്ലസ് കറണ്ട് അഫയേഴ്സ്. അതായത് കറണ്ട് അഫയേഴ്സ് ആണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് കുറവായിരിക്കും. പൊതുവെ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് കുറവായിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ വെറുതെ കറണ്ട് അഫയേഴ്സിന്റെ പുറകെ ഒന്നും പോകണ്ട, നമ്മൾ പ്രൊവൈഡ് ചെയ്യും നോട്ട്സ്, അത് തന്നെ മതി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്, MEM എന്നാണ് പറയാ. സോ ഇൻ ഓർഡർ ടു ക്ലിയർ പ്രിലിംസ്, ഈ MEM-ൽ ഇപ്പം തന്നെ ഞാൻ പറയാണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിങ്ങൾക്ക് ഒരു 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയി. ഓക്കെ, പ്രിലിംസ് ക്ലിയർ ആയി. ഇതുകൊണ്ടാണ് എല്ലാ വർഷവും പ്രോപ്പർ ആയിട്ട്, അല്ലെ, മതിയായിരിക്കും പഠിക്കാത്തവൻ പോയിട്ട് എക്സാം എഴുതിയാലും പ്രിലിംസ് ക്ലിയർ ആകുന്നതിന്റെ മെയിൻ റീസൺ എന്താ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 20, 20, 10, 50 മാർക്ക്. സോ ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ്. റൈറ്റ്, യു ക്യാൻ സീ ഹിയർ. ഓക്കെ, താങ്ക് ഗോഡ്. എന്താണ് ഈ പ്രിലിംസിന്റെ സിലബസ് ആണ് 3 എക്സാമിനും. ഇറ്റ് ഈസ് കോമൺ ഫോർ ഓൾ 3. ഇതിപ്പോ നമ്മൾ ഇന്റഗ്രേറ്റഡ് യൂണിഫോം ബാച്ച് ആണല്ലോ, അല്ലെ? യൂണിഫോം അല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡുകൾക്കും ക്യാറ്റിനും എല്ലാം എല്ലാ പ്രിലിംസിന്റെയും സിലബസ് ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിലിംസിന് നമുക്ക് എല്ലാം കൂടി എന്താണ് സിലബസ് പ്രിപ്പയർ ചെയ്താൽ മതി, അല്ലെ? താങ്ക് ഗോഡ്, സെപ്പറേറ്റ് അല്ലല്ലോ. സോ ഇറ്റ് ഈസ് കോമൺ ഫോർ സബ് ഇൻസ്പെക്ടർ, കോമൺ ഫോർ എക്സൈസ് ഇൻസ്പെക്ടർ, കോമൺ ഫോർ അസിസ്റ്റന്റ് ജയിൽ. ഇവിടെ ഡിഫറൻസ് ഉള്ളത് കട്ട് ഓഫിൽ മാത്രമാണ്. ദ ഡിഫറൻസ് ഈസ് ഓൺലി ദ കട്ട് ഓഫ്. എങ്ങനെ? സബ് ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് നമ്മളിപ്പോ കുറച്ചായി കാണുന്നുണ്ട്. ഓരോ വർഷവും എക്സാം കഴിയുന്നതോറും വേക്കൻസി കുറഞ്ഞു വരികയാണ്. അത് തന്നെയാണ് റീസൺ കട്ട് ഓഫ് കൂടാൻ. സോ നമ്മള് പ്രിലിംസ് എക്സാമിന് പോയിട്ട് എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയണം, യെസ്, ഞാൻ പ്രിലിംസ് എന്തായാലും ക്വാളിഫൈ ആവും. ഓക്കെ, ഒരാഴ്ച ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ കോൺഫിഡൻസിലായിരിക്കണം നിങ്ങൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടത്. അല്ലാതെ അയ്യോ പ്രിലിംസ് ക്വാളിഫൈ ആവോ, ഞാൻ കുറെ പേർക്ക് മെസ്സേജ് അയക്കും, കുറെ യൂട്യൂബിൽ കയറിയിട്ട് കട്ട് ഓഫ് വീഡിയോസ് നോക്കും, അതിൻ്റെതായ പോയി കമന്റ് ചെയ്യും, എനിക്ക് ഇത്ര മാർക്കുണ്ട്, കട്ട് ഓഫ് ക്ലിയർ ചെയ്യോ സാർ, അങ്ങനെയുള്ള ഒരു ചോദ്യവും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. വളരെ സേഫ് ആയിട്ട് നമ്മൾ 60+ മാർക്ക് നമ്മൾ പ്രിലിംസിന് വാങ്ങിക്കണം. ഓക്കെ, പ്രിലിംസിന്റെ സൈക്കോളജി വേറെ ഉണ്ട്, ഡിഫിക്കൽട്ട് ഫേസ്, ഈസി ഫേസ്, അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മെന്റർഷിപ്പ്, അതെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് ടൈം ആകുമ്പോൾ ഞാൻ ചെയ്യും. പ്രിലിംസിന് ഒരു സൈക്കോളജി ഉണ്ട് കേട്ടോ, ഡിഫിക്കൽട്ട് ഫേസ്, ഈസി ഫേസ്. അതിനെ രണ്ടിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് 2 രീതിയിലാണ്. റൈറ്റ്.
സോ സബ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 47 ആണെങ്കിൽ എക്സൈസിന്റെ 51 ആയിരിക്കും, ജയിലറുടെ 52 ആയിരിക്കും. സോ കട്ട് ഓഫിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എക്സാം എല്ലാം ഒറ്റ പേപ്പർ ആയിരിക്കും, ഒരു പ്രിലിംസ് പേപ്പർ ആയിരിക്കും. സോ ഡിഫറൻസ് ഈസ് ഓൺലി ദി കട്ട് ഓഫ്. സോ നമ്മൾ വളരെ സേഫ് ആയിട്ട് പോയിട്ട് ക്വാളിഫൈ ചെയ്ത് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അവിടെ എവിടെയും പോയിട്ട് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കില്ല. ബിക്കോസ് നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യും. സോ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ കണ്ടല്ലോ. സോ ഞാനിവിടെ സബ് ഇൻസ്പെക്ടറുടെ മെയിൻസിന്റെ സിലബസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡീറ്റെയിൽഡ് സിലബസ് കേരള PSC ഗൂഗിളിൽ അടിക്കുക, PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ യു ക്യാൻ സി സബ് ഇൻസ്പെക്ടറുടെ മെയിൻസിന്റെ സിലബസ് ആണ്. സബ് ഇൻസ്പെക്ടറുടെ സിലബസ് മാറില്ല. ഓക്കെ, സബ് ഇൻസ്പെക്ടറുടെ മെയിൻസിന്റെ സിലബസ് മാറില്ല. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2-3 വർഷമായി നടക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിന്റെ സിലബസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ക്ലാസ് വെച്ചിട്ടായിരിക്കും. ഇവൻച്വലി സോ യു ക്യാൻ സി SIയുടെ ക്ലാസ് തുടങ്ങി 1 മാസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക് തന്നു തുടങ്ങും. അതിനുശേഷം നിങ്ങൾ ഏകദേശം ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, ജയിലറുടെ ടോപ്പിക്കുകൾ തന്നു തുടങ്ങും. പിന്നീട് പ്രിലിംസിന്റെ 2 മാസം മുമ്പ് അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ 1 മാസം മുമ്പ്, അപ്രോക്സിമേറ്റ് പറഞ്ഞ 1 മാസം മുമ്പ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് പ്രിലിംസിന്റെ എക്സാം ക്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കണം നമ്മുടെ ബാച്ചും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, വരിക, ക്ലാസ്സുകൾ കാണുക, റിവിഷൻ ചെയ്യുക, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് PYQ സോൾവ് ചെയ്യുക. ഇതൊക്കെ ക്ലാസ്സിൽ പറയും. MCQs സോൾവ് ചെയ്യുക. MCQ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട്. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ മെയിൻസ്, SIയുടെ മെയിൻസിന്റെ സിലബസ്. കേരള ഗവൺമെന്റ് ലൈഫ് സയൻസ് സ്പെഷ്യൽ ടോപ്പിക് വിച്ച് ഈസ് അറൌണ്ട് 56 മാർക്സ്. ബാക്കിയെല്ലാം പ്രിലിംസ് തന്നെയാണ്. ബാക്കി ടോപ്പിക്കുകളെല്ലാം പ്രിലിംസ് തന്നെയാണ്. ഓക്കെ, MCQ ബാച്ച് വളരെ യൂസ്ഫുൾ ആണ്. ബട്ട് കോഴ്സിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. മീൻസ് ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക് ഷെഡ്യൂൾ ആയിരിക്കില്ല MCQs. MCQs നമുക്ക് കുറച്ചുകൂടിയും റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് ദിവസം ചെയ്യാം, PDF ഉണ്ടാവും. ഓക്കെ, MCQ ബാച്ച് ലോഞ്ച് ചെയ്തതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ MCQ ബാച്ച് ലോഞ്ച് ചെയ്യും. കഴിഞ്ഞ തവണ നമ്മൾ എക്സാമിന്റെ വളരെ അടുത്തായിരുന്നു ലോഞ്ച് ചെയ്തത്. ഈ തവണ അങ്ങനെയല്ല, കുറച്ച് നേരത്തെ ലോഞ്ച് ചെയ്യും. പക്ഷെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, MCQ ബാച്ച് ലോഞ്ച് ചെയ്യുക കേട്ടോ. MCQ ബാച്ച് അബ്ജിത്ത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഈ ബാച്ചിന്റെ കൂടെയല്ല, MCQ ബാച്ച് സെപ്പറേറ്റ് ആണ്. MCQ ബാച്ച് 199 ആണ് ഫീ വരുന്നത്. ഓക്കെ, ഫീ ഒക്കെ വളരെ ചെറിയ ഫീ ആണ്. അതിനേക്കാൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ലാഫോഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഫീ വളരെ കുറവാണ്. ഓക്കെ, ക്വാളിറ്റി ക്ലാസ്, ക്വാളിറ്റി PDF, ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റൈറ്റ്, ഇപ്പൊ തന്നെ ഈ ഫീൽ 1699 എന്നുള്ള ഫീൽ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും എന്നാലോചിച്ച് നോക്കും. അല്ല, ഏതെങ്കിലും ഒരു എക്സാം പ്രീ കം മെയിൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ 3000-4000 രൂപ വേണം. ഓക്കെ, ദാറ്റ്സ് എ സംതിങ് ഡിഫറെന്റ് ടോപ്പിക്. സോ നമുക്ക് മെയിൻസിന്റെ ടോപ്പിക് നോക്കി നിങ്ങൾ കണ്ടാൽ മതി അല്ലെ. കേരള ഗവൺമെന്റ്സ് ലൈഫ് സയൻസ് സ്പെഷ്യൽ ടോപ്പിക്, ഇത് 3 ഒഴികെ ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രിലിംസ് ടോപ്പിക് ആണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇതെല്ലാം നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ വിച്ച് മീൻസ് നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നോ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ. നിങ്ങൾ സെപ്പറേറ്റ് പ്രിലിംസിന് വേറെ പഠിത്തം, മെയിൻസിന് വേറെ പഠിത്തം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒറ്റ പ്രിപ്പറേഷനേ ഉള്ളൂ. പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ടും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മുടെ പ്രിപ്പറേഷൻ. നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഹിസ്റ്ററി അത് മെയിൻസിന് വേണ്ടിയിട്ടാണ്, മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ്. മെയിൻസിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സോ PDF ഉണ്ടാവില്ല, ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ജോഗ്രഫിക്ക് ആർഷ മിസ് ആണ് ജോഗ്രഫി എടുക്കുന്നത്, വളരെ ഡീപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഈ പ്രിലിംസിന് എടുക്കുന്ന ക്ലാസ് മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ്, അത്രയും ഡെപ്ത് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഡെപ്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര ഡെപ്ത് ആണ്, അങ്ങനെയല്ല. എക്സാം പെർസ്പെക്ടീവില് ഡെപ്ത്. സിവിൽ സർവീസസിന്റെ മാതൃകയിലൊക്കെ ക്ലാസ്. എക്കണോമിക്സും അതേപോലെ. കറണ്ട് അഫയേഴ്സ്, നമ്മൾ പ്രിലിംസിന് തരുന്ന കറണ്ട് അഫയേഴ്സ് ഇല്ലേ, അത് തന്നെയാണ് മെയിൻസിന് വേണ്ടത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് സെയിം. ഡിഫറൻസ് ഗവർണൻസ്, ലൈഫ് സയൻസ്, സ്പെഷ്യൽ ടോപ്പിക്, ഇത് 3 ഉള്ളൂ. മനസ്സിലായോ? സോ വൈൽ യു ആർ പ്രിപ്പയറിംഗ് ഫോർ പ്രിലിംസ്, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം തന്നെ ആലോചിച്ച് വെച്ചോ,
അത് മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇനി വേറെ പോയി പഠിക്കില്ല. ഇത് തന്നെയാണ് എന്റെ മെയിൻസിന്റെയും ടോപ്പിക്, PDF കാര്യം. റൈറ്റ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തില് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് പ്രീ പ്ലസ് മെയിൻസ്. ഓക്കെ, എനിക്കറിയാം ഇതിലിപ്പോ SIയുടെ ബാച്ച് മാത്രം എടുത്തവരുണ്ട്, SIയുടെ മെയിൻ ബാച്ച് എടുത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് ഐ എം കൺസിഡറിങ്, എല്ലാം മൊത്തത്തിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാത്തിന്റെയും ബാക്കി അടച്ച് മെയിൻസ് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ആദ്യത്തെ ഒരു 50 പേര് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫീ നമ്മൾ പഴയ രീതിയിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ പിന്നെ ഈ ഓഫറിൽ കിട്ടിയെന്ന് വരില്ല. റൈറ്റ്. പിന്നീട് എക്സൈസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ജയിലർക്ക് മാത്രം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, സെൽഫ് ചോയ്സ്. അതിനൊന്നും നമ്മൾ ഒന്നും പറയില്ല. സോ പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ, ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരുന്നുണ്ടല്ലോ. ഓക്കെ, റൈറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങൾ ഇത് യൂസ്ഫുൾ ആണെന്ന് കാണുന്ന സമയത്ത്. റൈറ്റ്. ഇനി ഇത് ഇന്റഗ്രേറ്റഡ് യൂണിഫോം ബാച്ചാണ്, നമ്മൾ SIയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, എക്സൈസിന്റെതും ജയിലറിന്റെ കാര്യം കൂടി പറയണം. സോ ഇത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. നമ്മൾ എക്സൈസിന്റെ മെയിൻസിന്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ സിലബസ് മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ. 2019 അവസാനം എക്സൈസിന്റെതും ജയിലറിന്റെതും ഒരു ജനറൽ എക്സാം കഴിഞ്ഞത്. സ്പെഷ്യൽ കഴിയുന്നുണ്ട്, പക്ഷെ ജനറൽ എക്സാം 2019 കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 2019 ഇതിനും കൂടെ കഴിഞ്ഞതാണ് സബ് ഇൻസ്പെക്ടർ. സോ ആ രീതിയിൽ ആ സമയത്ത് സ്പെഷ്യൽ ടോപ്പിക് എല്ലാത്തിന്റെയും 20 മാർക്കിനായിരുന്നു എസ്ഐയുടെ. പക്ഷെ ഇപ്പൊ നമ്മൾ 25 എത്തി നിൽക്കുമ്പോൾ SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് 45 മാറി. അപ്പോ ദർ ഇസ് എ ചാൻസ്. ഓക്കെ, ഇതിലുള്ള കണ്ടന്റുകൾ തന്നെ ആയിരിക്കാം, പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വെയിറ്റേജ് ഒരു പക്ഷെ കൂടാം. സോ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ സിലബസ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? എന്താണെങ്കിലും മസ്റ്റ് ആയിട്ട് ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഗവേണൻസ് ഉണ്ടാവും, ലൈഫ് സയൻസ് ഉണ്ടാവും. ഇത് ഷുവർ ആണ്. അതായത് സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ മെയിൻസ് ടോപ്പിക്കിലുള്ള ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അത് എക്സൈസിനും ജയിലർക്കും എന്തായാലും ഉണ്ടാവും. ഇതില് ആരും ഫൈറ്റോ ഡിബേറ്റോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു കണക്കിന് ഇത് നല്ലതാണ് അല്ലെ. SIക്ക് വേണ്ടി പഠിക്കുമ്പോൾ GK ടോപ്പിക്കുകളൊക്കെ ഇതിലങ്ങ് കയറി പോവല്ലോ. ഇനി നമ്മൾ കണ്ടിരിക്കേണ്ടത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന് എത്ര വെയിറ്റേജ് പോകും, അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. എക്സൈസ് ഇൻസ്പെക്ടറിന് മോസ്റ്റ് പ്രോബബ്ലി ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവും കേട്ടോ. അത് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുക, അത് വരട്ടെ. ഈ മാസം അവസാനം നമുക്ക് സിലബസ് വരും. ഇപ്പൊ സിലബസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മെന്റർഷിപ്പ് സെക്ഷൻ കൂടി ചെയ്യാം. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹൈ ചാൻസ് മാറാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വെയിറ്റേജ് കൂടാം. അപ്പൊ കൂടുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയുള്ള ടോപ്പിക്കുകളും മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. റൈറ്റ്. അതേപോലെ തന്നെ ജയിലറിന്റെതും എക്സൈസിന്റെ ഒക്കെ സെയിം ടോപ്പിക്കാണ്. ഓക്കെ, 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമേ കഴിഞ്ഞ തവണ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. സോ ഈ തവണ നമ്മൾ കാത്തിരിക്കുക. ഐ തിങ്ക് ദർ ഈസ് ചേഞ്ച് ഉണ്ടാവാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ ഇതാണ്. എന്നിരുന്നാലും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഭരണഘടന, ഗവർണൻസ്, ലൈഫ് സയൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നീട് കറണ്ട് അഫയേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇതും ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാണ്, ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവുമോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. റൈറ്റ്. 2019 ഫിസിക്സും കെമിസ്ട്രിയും സബ് ഇൻസ്പെക്ടറുടെ കേസിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നീട് അത് ഇപ്പൊ ഇല്ലല്ലോ മെയിൻസ് ടോപ്പിക്കിന്. റൈറ്റ്. സോ ഇത് സിലബസ് വരട്ടെ. സിലബസ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി സെക്ഷൻ കൂടി ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു കാര്യമില്ല. സോ ചുരുക്കി പറഞ്ഞാല് SI, എക്സൈസ്, ജയിലർ, ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്കുകളും സിമിലർ ആയിരിക്കും. സോ നിങ്ങൾ 24 hours പ്രിപ്പയർ ചെയ്യുന്ന
അല്ലെങ്കിൽ വേറെ ജോലിയൊന്നും ഇല്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സൈസും ജയിലറും എസ്ഐയും ഒരുമിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും സെയിം ആണ്. മനസ്സിലായോ? ഇതുകൊണ്ടാണ് യൂണിഫോം ഇന്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തത്. റൈറ്റ്. സോ ഇന്നത്തെ മെന്റർഷിപ്പ് സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങളുടെ സംശയങ്ങൾ സോൾവ് ചെയ്യേണ്ട ടൈമാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ അതിന് ഉത്തരങ്ങൾ പറയും. ഓക്കെ, സോ സ്റ്റാർട്ട്. ചോദിച്ചോളൂ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ്, അഭിജിത്ത്, മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? സെപ്പറേറ്റ് ആയിട്ട് ഒരു മെന്റർഷിപ്പ് സെക്ഷൻ ചെയ്യും കേട്ടോ. അതൊരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. എങ്ങനെ നമുക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് ടാക്കിൾ ചെയ്യാം. ഇപ്പൊ ഞാൻ ഒറ്റൊരു വാക്ക് പറയാം, PYQ ടെക്നിക്. PYQ ടെക്നിക് യൂസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ അപ്രോച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഓക്കെ, അത് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ചെയ്യാൻ. അത് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അഭിജിത്ത്, നല്ല ചോദ്യമാണ്, പക്ഷെ ചോദ്യം ഈസ് നോട്ട് ഓൺ ദ റൈറ്റ് ടൈം. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. പിന്നെ നിങ്ങൾ യൂണിഫോം ബാച്ചിൽ പ്രിപ്പയർ ചെയ്യുന്നവരോട് ഒരു കാര്യം കൂടി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്. ബാക്കിയുള്ള ഈ റെഗുലർ ആയിട്ടുള്ള ബാച്ചിലുള്ളവരോടും പറഞ്ഞതാണ്. നിങ്ങളുടെ സ്ലീപ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സാർ മെയിൻസ് റിലേറ്റഡ് ഫിസിക്സ് കെമിസ്ട്രി പറഞ്ഞുതരാം. വേണ്ട, നിങ്ങൾ ഫിസിക്കൽ ഉള്ള ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിസിക്കലില് നിങ്ങൾ ഇപ്പം തന്നെ ഫിസിക്കലി ഈ കയറ് പിടിച്ച് കയറണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ ജമ്പ് തുള്ളണം എന്നൊന്നും ഞാൻ പറയില്ല. ഡെയിലി രാവിലെ ഒരു 30 മിനിറ്റ്സ് ജോഗിങ് ചെയ്യണം. ഇപ്പം തന്നെ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എന്നെ പോലെയുള്ളവരുണ്ടാവും. ഓക്കെ, എക്സാം ക്ലിയർ ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, പോയിട്ട് എൻഡുറൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തോറ്റു വരും, ഫിസിക്കലി തോറ്റു വരും. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, എക്സാം നിങ്ങൾ 60-70 മാർക്ക് കിട്ടിയാലും കാര്യമില്ല, ഫിസിക്കലി പോയാൽ പോയി കഴിഞ്ഞു, പിന്നെ വസ്തുതയിൽ തുടങ്ങണം. എന്ത് ചെയ്യാം, ദിവസം ഇപ്പം മുതലേ തന്നെ 30 മിനിറ്റ് ജോഗിങ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഗ്രൗണ്ട് ഇല്ലെങ്കിൽ റോഡിലൂടെ ചെയ്താലും മതി. എക്സ്ക്യൂസസ് പറയാൻ പാടില്ല. സാർ റോഡിൽ ഫുള്ള് പട്ടികളാണ് അതുകൊണ്ട് അങ്ങനെ എക്സ്ക്യൂസസ് പറയരുത്. ചെയ്യാം. പട്ടികളുണ്ടെങ്കിൽ ഒരു വടിയെടുത്ത് പോവുക. ഒരു 30 മിനിറ്റ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ജോഗിങ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ സ്ലീപ്പ് കറക്റ്റ് ആക്കുക കേട്ടോ. രണ്ടാമത്തെ കാര്യം, സ്ലീപ്പ് കറക്റ്റ് ആക്കുക. 7 മണിക്കൂർ മിനിമം ഉറങ്ങുക. നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യണ്ടേ, സ്ലീപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഉറങ്ങാതെ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. സ്ലീപ്പ് ഒരു 7 മണിക്കൂർ മിനിമം ഉറങ്ങുക. മറ്റൊന്ന് ഡയറ്റ്. ഫുഡൊക്കെ കഴിച്ചോ, എല്ലാം കഴിച്ചോ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ വാരി വലിച്ച് കഴിക്കാതിരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ വാരി വലിച്ച് കഴിക്കാതിരിക്കുക. രാത്രിത്തെ ഫുഡ് 8 മണിക്ക് മുമ്പേ കഴിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു എക്സാം ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബ്രെയിൻ എക്സാമിനൊക്കെ നമ്മുടെ ബ്രെയിൻ കൂടി വർക്ക് ചെയ്യണം. അപ്പൊ സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പം തന്നെ ഇതിൽ കുറെ പേര് രാത്രി ഉറക്കില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് റെഗുലർ ആയിട്ട് കൊണ്ടുവരിക. യെസ്, ആനന്ദസ് പിള്ള ഇത്തവണ സൈക്കോളജി ക്ലാസ് നേരത്തെ. യെസ്, തീർക്കും. കഴിഞ്ഞ തവണ എന്തായി, ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറെ ടൈം എടുത്തു. ഇത്തവണ ഓൾറെഡി ബാച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി. സർ, മെയിൻസ് റിലേറ്റഡ് ഫിസിക്സ് കെമിസ്ട്രി ബയോ ഇനീഷ്യലി തന്നെ സ്റ്റാർട്ട് ആവുമോ? യെസ്, സ്റ്റാർട്ട് ആവും. ഇനീഷ്യലി തന്നെ പറയുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പം തന്നെ സ്റ്റാർട്ട് ആവുന്നതല്ല, ഇവൻച്വലി സ്റ്റാർട്ട് ആവും. സിലബസ് ഒന്ന് വന്നോട്ടെ, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അതിലുണ്ടോ നോക്കട്ടെ, എന്നിട്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യെസ്, പ്രിലിംസിന് മുമ്പേ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ
ഒരു 70% കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രിലിംസിന് 1.5 മാസം മുമ്പ് ഫുൾ ടോപ്പിക് ക്ലിയർ ചെയ്യണം. അതായത് പ്രിലിംസിന്റെ മുഴുവൻ ടോപ്പിക് ക്ലിയർ ചെയ്യും. ഇതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. പിന്നെ റെക്കോർഡിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റെക്കോർഡിങ്സ് കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ബാച്ചിന്റെ വാലിഡിറ്റി കഴിയുന്നവരെ അത് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്, ബാക്കിയുള്ള ചോദ്യങ്ങൾ. പേഷ്യൻസ് കൺസിസ്റ്റൻസി ഓർത്തിരിക്കണം കേട്ടോ. 1 ഡേ എത്ര അവർ പഠിക്കണം? കറന്റ് 4 മണിക്കൂർ. ഇപ്പം കറന്റ് ഡിസംബർ 7 4 hours. പക്ഷേ ഫെബ്രുവരി മാർച്ച് എത്തുമ്പോ ഇതായിരിക്കില്ല ഞാൻ പറയാ, സമയം കൂടും. 7 hours ആവും, 6 hours ആവും. ഇപ്പം നിങ്ങൾ 3-4 മണിക്കൂർ വെച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഫസ്റ്റ് മെന്റർഷിപ്പ് സെഷൻ കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് സൺഡേ ആണ്. ഓക്കെ, സോ ഒരു 2 day ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ, മൺഡേ ട്യൂസ്ഡേ. അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കാനും സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2 day കൂൾ ഓഫ് പീരീഡ് ഉണ്ട്. വെനസ്ഡേ മുതൽ നമ്മൾ ടൈം ടേബിൾ വെച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. റെഗുലർ ആയിട്ട് നമ്മുടെ ബാച്ച് ഈ വരുന്ന വെനസ്ഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ആവും. അപ്പൊ എന്ത് ചെയ്യാ, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് നല്ല ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, MCQ ബാച്ചിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ടോപ്പിക് കവർ ചെയ്യുമോ? അജിത്ത്, അത് നമുക്ക് ആലോചിക്കാം. MCQ ബാച്ച്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഒറ്റൊരു കാര്യം കൂടി. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 സബ് ഇൻസ്പെക്ടർ മെയിൻ എക്സാം എളുപ്പമായിരുന്നു, സിമ്പിൾ ആയിരുന്നു. ഇറ്റ് വാസ് സിമ്പിൾ. നിങ്ങൾ നോക്കിയാൽ മതി. സൈക്കോളജി ഒക്കെ വളരെ സിമ്പിൾ. 2024 പോയപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ഡിഫിക്കൽട്ട്. സൈക്കോളജി ഒക്കെ നമ്മള് ലിബിഡോയും മറ്റേ കാണാത്ത കുറെ സാധനങ്ങൾ ഡിഫിക്കൽട്ട് ആയിരുന്നു. 2023 പോയി നോക്കിയപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരുന്നു. സോ എക്സാമിനർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി പ്രിസൺ ഓഫീസറായി ജോയിൻ ചെയ്യേണ്ടി വരും, അതിന്റെ ഇതൊക്കെ പഠിക്കാൻ പറ്റും. യെസ്, പ്രിസൺ ഓഫീസർ ഒക്കെ ആയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഓപ്പൺലി പറഞ്ഞാൽ നിങ്ങൾ CP ആയിട്ടാണെങ്കിലും സിവിൽ എക്സൈസ് ആയിട്ട് കയറുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റില്ല. പിന്നെ പഠിക്കുന്നവരും ഉണ്ട് നമ്മുടെ ബാച്ചിൽ തന്നെ, ട്രെയിനിങ് പീരീഡിൽ പഠിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ടൈം കണ്ടെത്തി. അതൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഡൈവേർട്ടിലൊന്നും നിങ്ങൾ പോയി പെടുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഇനീഷ്യലി കുറച്ച് ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ 5 മണിക്ക് എണീക്കണം, 5:30 എണീക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇത്രയും കാലം കഴിച്ച ഫുഡായിരിക്കില്ല. അതൊക്കെ ഒന്ന് പിടിച്ചു വരാൻ എന്ത് ചെയ്യും, കുറച്ചൊരു സമയം എടുക്കും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. സമയം ഉണ്ടാവേ, കുറച്ച് ടൈം ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. 2023 സിമ്പിൾ ആയിരുന്നു, നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, സൈക്കോളജി ആണെങ്കിലും ബാക്കിയുള്ള ടോപ്പിക്കുകളാണെങ്കിലും. സോ 2026 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് കേട്ടോ. മെയിൻസ് എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പക്ഷേ വളരെ ഡീപ്പ് ആയിരിക്കും. സോ നമ്മൾ ഇത് ഓൾറെഡി അറിയാം. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചുമ്മാ വന്നിവിടെ ഇരിക്കുകയല്ല. ഓക്കെ, ഈ എക്സാംസ് ഒക്കെ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള എനിക്കറിയാം. അല്ലാതെ ചുമ്മാ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ല. ഐ നോ എവറിത്തിങ്. 2026 മോസ്റ്റ് പ്രോബബിളി സൈക്കോളജി ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, ഈ പാറ്റേൺ PSC ഫോളോ ചെയ്യുകയാണെങ്കിൽ. സോ ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, അതൊരു വേറെ സ്റ്റുഡന്റ് ചോദിച്ചാണ്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീ അടക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് അടച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കയറാം, നോ പ്രോബ്ലം. സോ വേറെ എന്തെങ്കിലും സംശയങ്ങൾ? നമ്മുടെ മെന്റർഷിപ്പ് സെക്ഷൻ 1 മണിക്കൂർ ആവാറായി. സോ നമുക്കിത് കൺക്ലൂഡ് ചെയ്തുകൂടെ? അല്ല, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് കാണില്ല. അപ്പൊ 1 അവർ എന്നുള്ള കാര്യം നമ്മൾ സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ചെയ്യണം. റൈറ്റ്. സോ ട്യൂസ്ഡേ, മൺഡേ ട്യൂസ്ഡേ കൂൾ ഓഫ് പീരീഡ് ആണ്. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വെനസ്ഡേ മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ്. സ്പെഷ്യൽ ടോപ്പിക്കിന് മെന്റർഷിപ്പ് സെക്ഷൻ ഉണ്ടാവും, അതിനുശേഷമായിരിക്കും സ്പെഷ്യൽ ടോപ്പിക് തുടങ്ങുക. വെനസ്ഡേ ആയിരിക്കും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മെന്റർഷിപ്പ് സെക്ഷൻ കേട്ടോ. രാത്രി എങ്ങനെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ക്ലിയർ ചെയ്യും, സബ് ഇൻസ്പെക്ടറുടെ പഠിക്കും. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഇന്ന് ഇത്ര മതി. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിലൊന്നും അങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റാലോ. സോ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഇനിയുള്ള 1 വർഷം 1.5 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാൻ മെസ്സേജ് കണ്ട് അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യും. പിന്നെ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ മാത്രമേ ഒരു ഡിലേ വരുള്ളൂ കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് ബാച്ച് കൂടി ഉണ്ട്, അവിടെയും ക്ലാസ് എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒരു ഡിലേ വരുള്ളൂ. എന്തായാലും ഞാൻ മെസ്സേജിനൊക്കെ റിപ്ലൈ തരും. റൈറ്റ്. സോ ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ മെയിൻസ് ക്വാളിഫൈ, ഇപ്പൊ ഇന്നലെ ലിസ്റ്റ് വന്നല്ലോ, നമ്മൾ വിചാരിച്ച പോലെയല്ല, കട്ട് ഓഫ് കൂടുതലായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ച പോലെയല്ല. എന്നിരുന്നാലും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ലിസ്റ്റിൽ വന്നു. ഇറ്റ്സ് വെരി ഹാപ്പി. ഇതേപോലെ തന്നെ നിങ്ങളും അല്ലെ, അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങളും മെസ്സേജ് അയക്കണം. സാർ ഞാൻ ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. ഇന്നത്തേക്ക് ബൈ.